എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം വീഡിയോ ആണ്. കറി പോലും വേണ്ടാത്ത ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നാളികേരവും വെളുത്തുള്ളിയും നല്ല ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചതച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേരുവകളെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട്. വെള്ളം നല്ല പോലെ തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. പൊടി വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് എന്ന അളവിലായിരിക്കണം വെള്ളം ചേർക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പൊടി നല്ല മയത്തിൽ കുഴച്ചെടുക്കുന്നതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊടി പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒന്ന് മയം കിട്ടുന്നതിനായിട്ടൊന്ന് ചൂടോടുകൂടി തന്നെ മൂടി വയ്ക്കാം. അല്പസമയം കഴിഞ്ഞ് പൊടി നമുക്ക് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കാം. പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ചൂടോടുകൂടി തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ടും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ബോളുകളാക്കി മാറ്റാവുന്നതാണ്. എല്ലാ ബോളും ഉരുട്ടി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചു കൂടി എടുക്കാം. 5 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ച പലഹാരം നമുക്ക് ഒന്ന് മൂടി തുറന്ന് നോക്കാം. എല്ലാം നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് അടർത്തിയും കൂടെ മാറ്റാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചേർത്ത് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം നല്ല പോലെ മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോൾസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ബോൾസിലേക്ക് മസാല നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് നേരം നല്ലപോലെ വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.